കൊടുപ്പൻ അരിയാൻ പാകത്തിനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അരിഞ്ഞെടുക്കണം. അരിഞ്ഞെടുത്തതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും അതുപോലെ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് നേരമൊന്നും ഇതിങ്ങനെ മാറ്റി വെക്കേണ്ട കാര്യമില്ല. ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു സവാള ഒന്ന് അരിഞ്ഞെടുക്കാം. പിന്നെ പച്ചമുളക്, വേപ്പില, 2 അല്ലി വെളുത്തുള്ളി ഇത്രയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ അടി കട്ടിയുള്ള ഒരു ചീനച്ചട്ടി എടുത്തിട്ട് അതിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇനി വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ വലിയ ജീരകം കൂടി ഇട്ട് കൊടുക്കാം. അതും കൂടി ഒന്ന് പൊട്ടി കഴിയുമ്പോൾ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ വാഴക്കുടപ്പനും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ തീയൊക്കെ കുറച്ചിട്ട് ചെറു തീയിലിട്ടിട്ട് നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഒരു 5 മിനിറ്റത്തെ വേവ് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തായാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു തോരനാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യും.